ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ധ്യാനിക്കാം. അതിനായി നിങ്ങളേവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മാരകമായ ഭിന്നത. നമുക്ക് വായിച്ചു കേൾക്കാനുള്ള ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് സദൃശ്യവാക്യം 14:12. ഇവിടെ ഇപ്രകാരം പറയുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യനു ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അടികൾ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും അടികളോട് കൂടെ ഇരിക്കണമെന്ന് അടിയം കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ ഗ്രന്ഥകർത്താവ് ഇപ്രകാരം പറയുകയാണ്: ഫ്ലോറിഡ എന്ന് പറയുന്നതായിട്ടുള്ള രാജ്യത്ത് അനവധിയായിട്ടുള്ള പ്രത്യേകതകൾ ആ രാജ്യത്തിനുണ്ട്. ഓറഞ്ചുകൾക്ക് പേര് കേട്ട, സൂര്യ ഉദയത്തിന് പേര് കേട്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫ്ലോറിഡ. എങ്കിൽ തന്നെയും അവിടുത്തെ റോഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രശ്നം നിറഞ്ഞതായിട്ടുള്ള റോഡുകളാണ്. ബീച്ചുകളാൽ നിറയപ്പെട്ട ഒരു രാജ്യമാണ് അത്. എങ്കിലും അവിടുത്തെ റോഡുകളിൽ അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള കാരണം ഒരുപക്ഷെ മനുഷ്യൻ വളരെ റാഷായിട്ട് വണ്ടി ഓടിക്കുന്നതായിരിക്കാം. എന്തു തന്നെ ആയാലും അവിടെ അപകടങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് റോഡിന്റെ പ്രശ്നമാണോ അതോ നമ്മുടെ ട്രാവലിംഗ് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ, ഡ്രൈവ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം നമ്മുടെ യാത്രയുടെ പ്രശ്നം തന്നെ ആയിരിക്കാം. നമ്മളെല്ലാവരും നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം സ്വർഗത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ആ സ്വർഗരാജ്യത്തിൽ എത്തപ്പെടണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ യാത്ര കൃത്യമായ പാതയിലൂടെ അല്ല നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും അവിടെ എത്തുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നമ്മൾ നാരോ പാത്തിലൂടെ അല്ലെങ്കിൽ ഇടുക്കമുള്ളതായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ യാത്ര അപകടം നിറഞ്ഞതാണ് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ മറന്നാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസവേളകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അമിതമായ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴൊന്നും നമ്മൾ അഹങ്കരിക്കുവാൻ പാടില്ല. നമ്മൾ ക്രൂശിതനായ നമ്മുടെ ദൈവത്തെ മാത്രം നോക്കി നമ്മൾ സഞ്ചരിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ യാത്ര ശരിയായ ദിശയിലാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്രകാരത്തിൽ നമ്മുടെ യാത്രകളെ, അല്ലെങ്കിൽ നമ്മുടെ ആ സ്വർഗീയ ലക്ഷ്യത്തെ നമ്മൾ കൃത്യതയോടെ സഞ്ചരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയന്റെ ജീവന്റെ ഉടയവനായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതം അടിയുടെ ജീവിതത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇതിലൂടെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും എന്റെ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്വർഗീയ യാത്രയിലേക്ക്, ആ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാവരെയും എന്റെ ദൈവം അവിടെ നിന്ന് കരുതി അനുഗ്രഹിക്കണമെന്ന് അടിയ കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ